2026 മെയ് 26 സിറാജ് എഡിറ്റോറിയൽ നിയമ സാധുതക്കൊപ്പം രാഷ്ട്രീയ ധാർമ്മികതയും പ്രധാനം. സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ CEO ആയിരുന്ന ഡോക്ടർ രത്തൻ യു കേൽക്കറെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ച മുഖ്യമന്ത്രി VD സതീശന്റെ നടപടി വിവാദമായിരിക്കുകയാണ്. ഈയിടെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാന തസ്തികയിലേക്ക് മാറ്റുന്നത് രാഷ്ട്രീയ അധാർമികതയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നിഷ്പക്ഷതയിൽ സംശയം ജനിപ്പിക്കുന്നതുമാണെന്നാണ് പ്രതിപക്ഷ വിമർശനം. നിയമത്തിന്റെ മാനദണ്ഡം തികച്ചും ഭരണപരമായ യോഗ്യത മാത്രമാണെന്നാണ് ഇതിനോടുള്ള ഭരണപക്ഷത്തിന്റെ പ്രതികരണം. 2003 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ രത്തൻ കേൽക്കർ നേരത്തെ കണ്ണൂർ കളക്ടർ, ഹെൽത്ത് മിഷൻ ഡയറക്ടർ തുടങ്ങിയ തസ്തികകളിൽ മികച്ച സേവനം ചെയ്ത ഉദ്യോഗസ്ഥനാണ്. ഒരു മുഖ്യമന്ത്രിക്ക് തന്റെ വിശ്വസ്ത തസ്തികയിലേക്ക് കാര്യക്ഷമതയുള്ള ഏത് ഉദ്യോഗസ്ഥനെയും നിയമിക്കാനുള്ള പൂർണ്ണ അധികാരമുണ്ട്. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സംസ്ഥാന അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായി മാറുന്നതും അസാധാരണമല്ല. അതേസമയം ഭരണപരമായ നിയമസാധുതക്കപ്പുറം ഭരണഘടനാ ഉത്തരവാദിത്വമുള്ള സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള ജനവിശ്വാസം കാത്തു സൂക്ഷിക്കുകയെന്ന ധാർമ്മിക ഉത്തരവാദിത്വം കൂടിയില്ലേ സർക്കാരിന്? രാഷ്ട്രീയ ഔചിത്യത്തിനും ധാർമ്മികതയ്ക്കും ചേരുന്നതാണോ ഈ നിയമനമെന്നതാണ് പ്രശ്നം. ജനാധിപത്യ വ്യവസ്ഥയുടെ കാതൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പാണ്. അതിന് മേൽനോട്ടം വഹിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനും അതിൻ്റെ സംസ്ഥാന പ്രതിനിധിയായ ചീഫ് ഇലക്ടറൽ ഓഫീസറും കക്ഷി രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കതീതമായി പ്രവർത്തിക്കേണ്ടവരാണ്. കേരളത്തിൽ UDF 102 സീറ്റ് നേടി വൻ വിജയം കൈവരിച്ചതിനു തൊട്ടു പിന്നാലെ തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും സ്വാധീനമുള്ള തസ്തികയിൽ നിയമിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തും പൊതുസമൂഹത്തിലും സംശയങ്ങൾ ഉണർത്തും. ഭരണത്തിന്റെ തുടക്കത്തിൽ നല്ല പ്രതിച്ഛായ സൃഷ്ടിക്കാൻ ശ്രമിക്കേണ്ട സർക്കാർ ഇത്തരം സംശയങ്ങളുടെ നിഴലിലേക്ക് നടന്നു നീങ്ങരുതായിരുന്നു. സാധാരണ ഭരണപരമായ തസ്തികകളിൽ നിന്ന് വ്യത്യസ്തമാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പദവി. ഭരണവിഷയങ്ങളുമായി ഏറെ ബന്ധപ്പെട്ട രഹസ്യ മേഖലകളിലേക്കും അധികാര കേന്ദ്രങ്ങളിലേക്കും കടന്നു ചെല്ലാവുന്ന സുപ്രധാന പദവിയാണത്. ഇവിടെ നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ രാഷ്ട്രീയ പശ്ചാത്തലവും പൊതു സ്വീകാര്യതയും പരിഗണിക്കപ്പെടുന്നതാണ് രാഷ്ട്രീയ ധാർമ്മികത. നിയമസാധുതക്കൊപ്പം രാഷ്ട്രീയ ധാർമ്മികതയും പ്രധാനമാണ് എന്നർത്ഥം. ബംഗാളിലെ ചീഫ് സെക്രട്ടറി നിയമന കാര്യത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരട്ടത്താപ്പായി അനുഭവപ്പെടും രത്തൻ യു കേൽക്കറുടെ നിയമനം. ബംഗാളിലെ ചീഫ് സെക്രട്ടറിയായി സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന മനോജ് കുമാറിനെ നിയമിച്ച BJP സർക്കാരിനെ അതിരൂക്ഷമായ ഭാഷയിലാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ദേശീയ നേതൃത്വവും വിമർശിച്ചത്. ഭരണഘടനാ സ്ഥാപനങ്ങളെ BJP രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗപ്പെടുത്തുന്നുവെന്ന് പാർലമെന്റിനകത്തും പുറത്തും രാഹുൽ ഗാന്ധി നിരന്തരം കുറ്റപ്പെടുത്തുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF സർക്കാർ സമാനമായൊരു നടപടിയെടുത്തത് ശരിയാണോ? ബംഗാളിൽ BJP ചെയ്തത് തെറ്റും കേരളത്തിൽ UDF സർക്കാർ ചെയ്തത് ശരിയുമാകുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് എന്ത് ഉത്തരം നൽകും സർക്കാർ? പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അധികാര ദുരുപയോഗത്തെയും പാർട്ടിവൽക്കരണത്തെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചവർ അധികാരത്തിലെത്തുമ്പോൾ അതേ രൂപത്തിലുള്ള ആരോപണങ്ങൾ ക്ഷണിച്ചു വരുത്താൻ ഇടയാക്കുന്ന നടപടി സ്വീകരിക്കരുതായിരുന്നു. ഭരണകൂടത്തിന്റെ വിശ്വാസ്യത നിലനിർത്താൻ ഞങ്ങൾ വ്യത്യസ്തരാണ് എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കേണ്ട സമയമാണിത്. ഭരണത്തിന്റെ ആദ്യ നാളുകളിൽ രൂപപ്പെടുന്ന പൊതുധാരണ പിന്നീട് തിരുത്തുക അത്ര എളുപ്പമല്ല. മുൻ സർക്കാരിന്റെ ഭരണപരമായ വീഴ്ചകളും തെറ്റായ നടപടികളുമാണ് ജനങ്ങൾ അവരെ തിരസ്കരിക്കാൻ കാരണം. അത്തരം തെറ്റുകൾ ആവർത്തിക്കില്ലെന്ന് ഉറപ്പുവരുത്താൻ പുതിയ സർക്കാരിന് ബാധ്യതയുണ്ട്.
മുൻ സർക്കാരിന്റെ ചെറിയ വീഴ്ചകൾ പോലും കൃത്യമായി ചൂണ്ടിക്കാണിച്ച ഒരു നേതൃത്വത്തിന് ഇത്തരമൊരു നിയമനം സൃഷ്ടിച്ചേക്കാവുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ബോധമുണ്ടാകേണ്ടതായിരുന്നു. മികച്ച ജനപിന്തുണയോടെയാണ് VD സർക്കാർ അധികാരത്തിലേറിയത്. വിവാദങ്ങൾക്കിടയാക്കുന്ന നടപടികൾ ഒഴിവാക്കി ഭരണത്തിലെ നിഷ്പക്ഷത പ്രകടമാക്കുന്ന നടപടികൾ സ്വീകരിക്കുകയാണ് ജനവിശ്വാസം നിലനിർത്താൻ ചെയ്യേണ്ടത്. അധികാരത്തിൽ മാത്രമല്ല, ആത്മനിയന്ത്രണത്തിലുമാണ് ഒരു സർക്കാരിന്റെ ശക്തി. ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുക മാത്രമല്ല, ചെയ്യരുതാത്തത് ഒഴിവാക്കുകയെന്നതും നല്ല ഭരണത്തിന്റെ ഭാഗമാണ്. ആവശ്യമെങ്കിൽ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാനുള്ള രാഷ്ട്രീയ വിനയവും കാണിക്കണം. അധികാരവും പാർട്ടിയും തമ്മിലുള്ള അകലം സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം സർക്കാരിന്റെ പ്രവർത്തനം. ഒരു ജനാധിപത്യ ഭരണകൂടം എല്ലാ പൗരന്മാരുടേതുമാണ്. അതിൻ്റെ സ്ഥാപനങ്ങൾ പാർട്ടിയുടെ ഉപകരണമായി മാറുന്നുവെന്ന തോന്നലുണ്ടാക്കുന്ന നടപടി പോലും ശരിയല്ല. ഭരണ സംവിധാനങ്ങളുടെ നിഷ്പക്ഷതയിലുള്ള വിശ്വാസം തകരുമ്പോൾ ജനാധിപത്യത്തിൻ്റെ അടിത്തറക്ക് ഇളക്കം സംഭവിക്കും.